ഗുരുവിൻ്റെ ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരു പറഞ്ഞു, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഇന്ത്യൻ സാമൂഹ്യ ഭാവന അനുസരിച്ച് മനുഷ്യരെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദി ഭേദങ്ങളായിട്ട് സ്ഥാനപ്പെടുത്തുമ്പോൾ ഗുരു മനുഷ്യരെ അറിവായി കണ്ടു. ഗുരു പറഞ്ഞു, നാം ശരീരമല്ല, അറിവാകുന്നു. എല്ലാ മനുഷ്യരും അറിവാണെന്ന് ഗുരു പറഞ്ഞു. എല്ലാം അറിവായി നിന്നിടുന്നു എന്ന് ഗുരു എഴുതി. എല്ലാവരും അറിവാണെന്ന് ഗുരു പറഞ്ഞു. ഗുരു നോക്കുന്നതെല്ലാം അറിവിനെയാണ്. നമ്മളെല്ലാം അറിവാണ്. അതുകൊണ്ടാണ് ഗുരു ഒരിക്കലും ദേഷിക്കാത്തത്. ഗുരുവിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാരുണ്യമല്ലാതെ മറ്റൊരു ഭാവം ഇല്ലാത്തതിന് കാരണം എന്താണ്? എല്ലാം അറിവായി നിന്നിടുന്നു. എല്ലാം അറിവാണ്. ലോകം മുഴുവൻ അറിവാണ്. മനുഷ്യരെല്ലാവരും അറിവാണ് എന്ന് ഗുരു പറഞ്ഞു. എല്ലാ മനുഷ്യരെയും അറിവായി സ്ഥാനപ്പെടുത്തുക വഴി ചാതുർവർണ്ണ്യത്തിൻ്റെ ലോകവീക്ഷണത്തെയാണ് ഗുരു തള്ളിക്കളഞ്ഞത്, സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞത്.